ഹലോ ഓൾ ഓഫ് യു, എല്ലാവർക്കും സുഖമല്ലേ? എന്തായാലും നമ്മളിപ്പോൾ 1 വീക്ക് കഴിഞ്ഞു ഇങ്ങനത്തെ ഓൺലൈൻ സെഷൻസ് ആയിട്ട്. നിങ്ങളും അതുപോലെ ഞങ്ങളും ഒരുവിധം ഇതുമായിട്ട് നമ്മളിപ്പോൾ ഇണങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കുറച്ച് കാലഘട്ടത്തേക്ക് നമുക്കിത് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളെല്ലാവരും നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. സോ ആ ഒരു കാര്യഗൗരവത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഈ 5ാമത്തെ സെമിസ്റ്ററിലുള്ള സബ്ജക്ട്സ് നന്നായി തന്നെ പഠിച്ച് മുന്നേറണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു ആശംസ. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ തന്നെ എടുക്കുക. അപ്പം നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ 5th സെമ്മിൻ്റെ റിസൾട്ട് വന്നു. ഏകദേശം നമ്മുടെ BBA ഫിനാൻസിൽ 82%, നമ്മുടെ BBA HR 64% റിസൾട്ട് ഉണ്ട്. ഓക്കെ, ഒരുവിധം എല്ലാ കുട്ടികളും തന്നെ ഈ പേപ്പേഴ്സ് 5th സെമ്മിലെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ കുറച്ച് പേപ്പേഴ്സ് സപ്ലി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും തന്നെ ഈ 5th സെമിസ്റ്ററിലെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഗോൾ, എയിം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പം നമ്മൾ ഈ ഒരു എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റ് ഒരു 4 സെഷൻ നമ്മൾ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. ഈ 4 സെഷനിലൂടെ നമ്മൾ ആദ്യത്തെ മോഡ്യൂൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. സപ്ലൈ ചെയിൻ എന്നുള്ള കൺസെപ്റ്റ് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക്, അത് എങ്ങനെ വന്നു, മാർക്കറ്റിങ്ങിൻ്റെ 4 P'സിൽ നിന്ന് വന്നു, എന്താണ് സപ്ലൈ ചെയിൻ്റെ ഡെഫിനിഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ തന്നെ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഏതൊക്കെ മാനേജ്മെൻറ്റ്സ് ഉൾപ്പെടുന്നു, ഇതൊക്കെ നമ്മൾ ആദ്യത്തെ സെഷനിൽ കണ്ടിരുന്നു. പിന്നെ 2ാമത്തെ സെഷനിൽ നമ്മൾ സപ്ലൈ ചെയിൻ്റെ കൺസെപ്റ്റ്സും അതുപോലെ തന്നെ സപ്ലൈ ചെയിനിലുള്ള ഫ്ലോസിനെ കുറിച്ച് കണ്ടിരുന്നു. പിന്നത്തെ സെഷനുകളിലൊക്കെ നമ്മൾ സപ്ലൈ ചെയിൻ്റെ കമ്പണൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആരാന്ന് കണ്ടു ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സപ്ലൈ ചെയിൻ ഇവോൾവ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തായിരുന്നു, സപ്ലൈ ചെയിനെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ് അല്ലേ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഈ ഒരു 5th സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള മൊത്തത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു സീക്വൻഷ്യൽ മാനറിൽ ഫോം ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം. സപ്ലൈ ചെയിനിലുള്ള നമ്മൾ സപ്ലൈ ചെയിനിൽ ആരൊക്കെയുള്ളത്, ഒരുപാട് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാം ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ഇതെല്ലാം സീക്വൻഷ്യൽ ഓർഡറിൽ, സീക്വൻഷ്യൽ 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, അതാണ് സീക്വൻഷ്യൽ ഓർഡർ, സീക്വൻഷ്യൽ മാനർ. അങ്ങനെ സീക്വൻഷ്യൽ മാനറിൽ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സീക്വൻഷ്യൽ മാനറിൽ ഒരു ഫ്ലോ ഓഫ് ആക്ടിവിറ്റി ഉണ്ടാവുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ്ലി നമ്മൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സീക്വൻഷ്യലായിട്ടുള്ള ആക്ടിവിറ്റി ഫ്ലോ അൾട്ടിമേറ്റ്ലി നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ പ്രോസസ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് 2 ഗ്രൂപ്പിൽ പെടുത്താം. അതിനെ പുൾ പ്രോസസ്സ് എന്നും പുഷ് പ്രോസസ്സ് എന്നും നമ്മളതിനെ വിളിക്കുന്നുണ്ട്. പുൾ വലിക്കുക, പുഷ് തള്ളുക, വലിക്കുക അല്ലേ, തള്ളുക അല്ലേ. നമ്മൾ ചില ഓഫീസിലൊക്കെ പോകുമ്പം ഡോറ് പുഷ് ആൻഡ് പുൾ അല്ലേ, നമുക്ക് പുഷ് ആൻഡ് പുൾ ട്രെയിനിങ് ഉണ്ട് അല്ലേ, പുഷ് പുൾ അല്ലേ.
വലിക്കുക, തള്ളുക. അപ്പം പുൾ പ്രോസസ്സ്, പുൾ വലിക്കുക, പുഷ് തള്ളുക. അല്ല, ആദ്യം പുൾ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു ഫ്ലോ ആയിട്ട് നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആ സീക്വൻഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഫ്ലോ നടക്കുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ ഓർഡർ റിസീവ് ചെയ്ത ശേഷമാണെങ്കിൽ അതിനെയാണ് നമ്മൾ പുൾ പ്രോസസ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പുൾ വലിക്കുക. So here the supply chain activity are undertaken after receiving the customer order. Work is executed where the demand is known with certainty. ഇന്നത് ഇത്ര ആവശ്യമാണെന്ന് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതനുസരിച്ചുള്ള സപ്ലൈ ചെയിനിലെ ആക്ടിവിറ്റീസിൻ്റെ സീക്വൻഷ്യൽ മാനർ ഫോം ചെയ്യുകയും അതിൻ്റെ ഫ്ലോ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പം കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് ആദ്യം വലിച്ചിട്ട് പിന്നീട് നമ്മുടെ ആക്ടിവിറ്റീസ് സീക്വൻഷ്യലായിട്ട് പെർഫോം ചെയ്യുക. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് ആദ്യം നമ്മൾ പുള്ള് ചെയ്തെടുക്കുക, വലിച്ചെടുക്കുക, വലിക്കുകയാണ്, പുള്ള് വലിക്കുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ സീക്വൻഷ്യൽ ഓർഡർ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ പുൾ പ്രോസസ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് കംസ് ദ ഫസ്റ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് all the activities of supply chain management is sequentially formed and its flow is made. ഓക്കെ, അപ്പം ആദ്യം കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റിനെ വലിച്ചെടുത്തിട്ട് അതനുസരിച്ച്, അപ്പോൾ നമുക്ക് എന്താണ്, എത്രയാണ് ഡിമാൻഡ് എന്ന് മനസ്സിലായി അല്ലേ? ആ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഓർഡർ, സീക്വൻഷ്യൽ ഓർഡർ പ്ലാൻ ചെയ്യുക. ഇന്ന ആക്ടിവിറ്റി ആദ്യം, അത് കഴിഞ്ഞാൽ ഇന്ന ആക്ടിവിറ്റി, അത് കഴിയുമ്പോൾ ഇന്ന ആക്ടിവിറ്റി, അപ്പോൾ അങ്ങനെ ഓർഡർ പ്ലേ ചെയ്ത് അതിൻ്റെ ഫ്ലോ ആക്കുന്നു. ഇതാണ് പുൾ പ്രോസസ്സ്. ഇനി പുഷ് പ്രോസസ്സ്, തള്ളുക. അപ്പോൾ എന്താ, പുൾ പ്രോസസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എല്ലാ ആക്ടിവിറ്റീസും സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത് ഫ്ലോ നടത്തി കഴിഞ്ഞ് ലാസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമർ റിക്വയർമെൻറ്റ് വരിക. നോക്കൂ, in this case the supply chain activities are undertaken in anticipation of customer demand, so work is executed before receiving the order and therefore in a situation of uncertainty of demand. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാണ്, ഇത്ര ഡിമാൻഡ് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അൺസർട്ടൺ, നമുക്കത് ഫുള്ളി കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡ് അനുസരിച്ച് എല്ലാ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിനെ നമ്മൾ സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഫ്ലോ ഉണ്ടാക്കുന്നു. ഇനി ഭാവിയിൽ ആ ഡിമാൻഡ് സർട്ടൺ ആയാൽ നമുക്ക് നല്ലത്, അൺസർട്ടൺ ആയാൽ നമുക്ക് നഷ്ടമാണ്. അപ്പം ഒരു അൺസർട്ടണിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് എന്തിലുണ്ട്, പുഷ് പ്രോസസ്സിലുണ്ട്. പക്ഷേ നമ്മളുടെ പുൾ പ്രോസസ്സിൽ എപ്പോഴും എന്താണ്, സർട്ടൺ ഡിമാൻഡാണ്, സർട്ടണിറ്റി ഉണ്ട്. അവിടെ സംഭവ്യമായിട്ടുള്ളതാണ് ഡിമാൻഡ്. ഇത്ര ഡിമാൻഡ് ഉണ്ട്, അതനുസരിച്ച് കസ്റ്റമർ ഓർഡർ ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, സപ്ലൈ ആക്ടിവിറ്റീസൊക്കെ സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ പുഷ് പ്രോസസ്സിൽ അങ്ങനെയല്ല. പുഷ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡിമാൻഡ് നോക്കിയിട്ട് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് അസ്യൂം ചെയ്യുകയാണ്, ഇത്ര ഡിമാൻഡ് ഇനി ഭാവിയിൽ ഉണ്ടാവും. പക്ഷെ അത് അൺസർട്ടൺ ആണ്, അത് സംഭവിക്കാതിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റിസ്ക് എടുത്തിട്ട് അതിന് വേണ്ട എല്ലാ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസും സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത് അതിനെ ഫ്ലോ ആക്കുന്നു. അതാണ് പുഷ് പ്രോസസ്സ്. ഓക്കെ, സോ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, 4 മാർക്സിന് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ ദ പുൾ പ്രോസസ് ആൻഡ് പുഷ് പ്രോസസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം അത് നമ്മൾ ഈ രീതിയിൽ എഴുതാം. ഇനി ദ പ്രോസസ് ഓഫ് പുൾ ആൻഡ് പുഷ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈമിംഗ് ഓഫ് ഓപ്പറേഷൻസ് അണ്ടർടേക്കൻ ബൈ ദ ഫേം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ഒരു സപ്ലൈ ചെയിൻ ഓർഗനൈസേഷന് സന്ദർഭ സാഹചര്യം അനുസരിച്ച് പുൾ പ്രോസസ്സോ പുഷ് പ്രോസസ്സോ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. ഇന്നതേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ല. ഓക്കെ, നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കത് ഫോം ചെയ്യാം. അപ്പോൾ അതാണ് പുൾ ആൻഡ് പുഷ് പ്രോസസ്സ്. ഇനി ബാക്കി എന്താ പറയണമെന്ന് നോക്കാം. നോക്കൂ, എങ്ങനെയാണ് ഈ പുൾ ആൻഡ് പുഷ് പ്രോസസ്സ് നമ്മളുടെ സപ്ലൈ ചെയിൻ ഓർഗനൈസേഷൻസ് യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത് നോക്കാം.
some firms products and stocks goods in anticipation of customer demand. In such cases only the order fulfillment comes under pull process. ഇപ്പോൾ പല സപ്ലൈ ചെയിൻ ബിസിനസ്സും അവരുടെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതും കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ്. അപ്പോൾ അവിടെ എന്താണ് മിക്കവാറും പുൾ പ്രോസസ്സാണ്. All the activities such as procurement, manufacturing, warehousing, replenishment, etc. comes under push process. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതാണ്, ഓർഗനൈസേഷൻസിന് പുൾ പ്രോസസ്സോ പുഷ് പ്രോസസ്സോ യൂസ് ചെയ്യാം സിറ്റുവേഷൻ അനുസരിച്ച്. ചിലപ്പോൾ ഇതിൻ്റെ മിക്സപ്പും വരാം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓക്കെ, മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ്. അപ്പം പ്രൊഡക്ഷനും സ്റ്റോക്ക് മെയിൻ്റനൻസൊക്കെ ഒരു പുൾ പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, കസ്റ്റമർ എത്ര ഡിമാൻഡ് ചെയ്തു അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കസ്റ്റമർ എത്ര ഡിമാൻഡ് ചെയ്യുന്നു അതനുസരിച്ച് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ മറ്റുള്ള പല ആക്ടിവിറ്റീസും പ്രൊക്യൂർമെൻറ്റ്, റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, മാനുഫാക്ചറിങ് അല്ലേ, മാനുഫാക്ചറിങ്ങിൽ നമ്മൾ പ്രോഡക്റ്റ് തന്നെ ഷെഡ്യൂൾ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, വെയർ ഹൗസിങ്, റിപ്ലേസ്മെൻറ്റ്, അതായത് നമ്മൾ അതിൻ്റെ വെയർ ഹൗസ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ് പുഷ് പ്രോസസ്സായിട്ട് അസ്യൂം ചെയ്യും, ഇത്ര ഇങ്ങനെയാണ് വേണം. അപ്പോൾ ചില ഓർഗനൈസേഷനിൽ ചില ഫങ്ഷൻസ്, നമ്മളുടെ സപ്ലൈ ചെയിൻ്റെ ചില ഫങ്ഷൻസ് പുഷായിട്ടും ചില ഫങ്ഷൻസ് പുള്ളായിട്ടും ചെയ്യാറുണ്ട്, കോമ്പിനേഷൻ വരാറുണ്ട്. ഇനി ചില ഓർഗനൈസേഷനിൽ നോക്കൂ, സം അതർ ഫേംസ് അണ്ടർടേക്ക് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഓൺലി ആഫ്റ്റർ റിസീവിങ് ദ കസ്റ്റമർ ഓർഡർ. അതായത് ബാക്കി എല്ലാ ഫങ്ഷൻസും എന്താണ് പുഷ് പ്രോസസ്സായിട്ട് എല്ലാം മുന്നേ കണ്ട് അസ്യൂം ചെയ്ത് വെക്കും. പക്ഷേ മാനുഫാക്ചറിങ് മാത്രം എന്ത് ചെയ്യും, പുൾ പ്രോസസ്സായിട്ട് ചെയ്യും. ഓക്കെ, ഇൻ സച്ച് കേസ് ദ പ്രൊക്യൂർമെൻറ്റ്, മാനുഫാക്ചറിങ്, warehousing, replenishment comes under pull process and the order fulfillment comes under push process. അപ്പം മിക്സപ്പായിട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് പുഷ് പ്രോസസ്സും പുൾ പ്രോസസ്സും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. In supply chain management, they assemble raw materials and components on the basis of demand forecasting, but undertakes production only after receiving the orders from the customers. Hence, majority of the supply chain business comes under pull process. മിക്ക സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് ഒഴികെ ബാക്കി എല്ലാ ഫങ്ഷൻസും അവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പുഷ് പ്രോസസ്സായിട്ടാണ് അവർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അസ്യൂം ചെയ്യും, ഇത്ര ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ള അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുക. പക്ഷേ മാനുഫാക്ചറിങ് മാത്രം പുൾ പ്രോസസ്സായിട്ട് വൺസ് കസ്റ്റമറിന് ഓർഡർ കിട്ടുന്നതനുസരിച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ മിക്കപ്പോഴും പുൾ പ്രോസസ്സിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് മിക്ക സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബിസിനസ്സുകളും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് പുഷ് ആൻഡ് പുൾ പ്രോസസ്സ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ തിയറിറ്റിക്കലി ഇതാണ് പുഷ് പ്രോസസ്സ് ഇതാണ് പുൾ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി ഇത് രണ്ടും മിക്സപ്പായിട്ടാണ് സപ്ലൈ ചെയിൻ ബിസിനസ്സുകൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഈ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള മോഡ്യൂളിൽ ഒരു എസ്സേ വരുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് അല്ലേ. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നമ്മൾ പ്രോസസ്സ് പറഞ്ഞു, പുഷ് പ്രോസസ്സ്, പുൾ പ്രോസസ്സ്, അതിൽ പല ആക്ടിവിറ്റീസും സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ പ്രോസസ്സുകൾ ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യുന്നത്, ഇത് എപ്പോഴും എസ്സേ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മൊത്തം നമുക്ക് 8 പ്രോസസ്സാണ് ഇതിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ കീ പ്രോസസ്സായിട്ട് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് CRM, അത് കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് CSM, പിന്നെ വരുന്നതാണ് ഡിമാൻഡ് മാനേജ്മെൻറ്റ്, പിന്നെ കസ്റ്റമർ ഓർഡർ ഫുൾഫിൽമെൻറ്റ്, മാനുഫാക്ചറിങ് ഫ്ലോ മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലയർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് റിട്ടേൺസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള 8 കീ പ്രോസസ്സാണ് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഫോം ചെയ്യുന്നത്. ഇത് എപ്പോഴും മെസ്സേജ് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ അതിലാദ്യം
കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്താണ് വിശദമായിട്ട് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്ന മാനേജ്മെൻറ്റ്, ഇത് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഒരു കീ പ്രോസസ്സാണ്. അതായത് കസ്റ്റമറായിട്ട് മാനുഫാക്ചററും റീറ്റെയിലറ് തമ്മിൽ ഒരു റിലേഷൻ ഫോം ചെയ്യുക അല്ലേ. കസ്റ്റമർ ഇമ്മീഡിയറ്റ് ആയിട്ട് റീറ്റെയിലറായിട്ടാണ് ഫസ്റ്റ് റിലേറ്റ് ചെയ്യുന്നത്, പിന്നെ മാനുഫാക്ചറായിട്ടും. അപ്പോൾ മാനുഫാക്ചറായിട്ടോ റീറ്റെയിലറായിട്ടോ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫോം ചെയ്യുന്ന റിലേഷനെയാണ് നമ്മൾ CRM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ CRM is a process that takes place between the company and its customer. ഇപ്പോൾ മാനുഫാക്ചറാണ് ഇപ്പോൾ മെയിൻ കമ്പനി ഇവിടെ, അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്സിനുള്ള കസ്റ്റമേഴ്സ്, അവർ തമ്മിലുള്ള റിലേഷൻ. സോ ഇറ്റ് മെയിൻലി കൺസേൺ വിത്ത് ക്രിയേറ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് ദ കസ്റ്റമേഴ്സ്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക അല്ലെ, അവരെ നിലനിർത്തുക. ഇതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. The main components of customer relationship management is marketing, selling and order management. ഇത്തരത്തിൽ കസ്റ്റമേഴ്സായിട്ട് നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അത് റിറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്, മാർക്കറ്റിങ്ങും സെല്ലിങ്ങും ഓർഡർ മാനേജ്മെൻറ്റും. ഓക്കെ, സോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, സെല്ലിംഗ് ആക്ടിവിറ്റീസ്, ഓർഡർ മാനേജ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമേഴ്സിനെ റിറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താനും നമ്മളെ സഹായിക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. നമുക്ക് ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ആ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ആ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, ആ കസ്റ്റമറിന് നമുക്ക് ഇനിയും തുടർച്ചയായിട്ട് നമ്മളെ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അതനുസരിച്ച് കസ്റ്റമറിൻ്റെ ട്രെൻഡ് എങ്ങനെ മാറുന്നു, ആ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ചുള്ള ബാക്കി വിശദ വിവരങ്ങൾ എന്താണ് പറയണമെന്ന് നോക്കാം. അപ്പോൾ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ നമ്മൾ ശരിക്കും കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. അതനുസരിച്ച് നമ്മൾ അതിന് അനുസൃതമായിട്ടുള്ള റൈറ്റ് പ്രോഡക്റ്റ് അവർക്ക് ഓഫർ ചെയ്യണം. ഇതാണ് നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കസ്റ്റമറും അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള റൈറ്റ് പ്രോഡക്റ്റ് അവർക്ക് നമ്മൾ ഓഫർ ചെയ്യാം. അതിലൂടെയാണ് നമുക്ക് നമ്മുടെ ബിസിനസ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ ശരിക്കും നമ്മൾ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ നോക്കും. അതെങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്? അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ട് അതിനനുസരിച്ചുള്ള കറക്റ്റ് പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കസ്റ്റമേഴ്സിനെ ഫേവർ ചെയ്യാം. അപ്പോൾ ഓരോ പ്രാവശ്യം ആ കസ്റ്റമർ എന്താവും, നമ്മളിൽ സാറ്റിസ്ഫൈഡ് ആവും. ഇത് നമ്മളുടെ ബിസിനസ്സിൻ്റെ റവന്യൂ കൂട്ടാനും നമ്മളെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയിനിൽ സർപ്ലസ്, കൂടുതൽ പ്രോഫിറ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് കൊണ്ടാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ ഒരു ഓൺലൈൻ വെബ്സൈറ്റിലേക്ക് കയറി, എനിക്കൊരു സാധനം ആവശ്യമുണ്ട്. ഞാനതിൽ സെർച്ച് ചെയ്തു, എനിക്ക് കിട്ടി. എനിക്ക് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അത് എനിക്ക് അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഐ എം സാറ്റിസ്ഫൈഡ്. പിന്നെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ വീണ്ടും അവരുടെ സൈറ്റിൽ കയറി ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ പ്രോഡക്റ്റ്സ് അവിടെ നിന്ന് കിട്ടി. അതും നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിൽ. ഓക്കെ, എഗെയിൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ഓരോ സമയത്തും ഞാൻ എൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ സമീപിച്ചപ്പോൾ അവരെല്ലാം എനിക്ക് കറക്റ്റ് പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്ത് തന്നപ്പോൾ, അവർ ഓരോ സമയത്ത് എന്നെ ഫേവർ ചെയ്തപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ എന്നും ഞാൻ
അവരെ തന്നെ ചൂസ് ചെയ്യാനുള്ളൊരു പ്രേരണ എനിക്ക് വന്നു. അപ്പോൾ ഇതെന്തായി, ഇതൊരു റിലേഷൻഷിപ്പ് ഫോം ചെയ്തു. അപ്പോൾ അങ്ങനെ ആ റിലേഷൻഷിപ്പിൽ എന്നും ആ ആ കമ്പനി, ആ സപ്ലൈ ചെയിൻ ബിസിനസ് കമ്പനിയും ആ കസ്റ്റമറും തമ്മിൽ കണ്ടിന്യൂസ് റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്, അപ്പോൾ എന്ത് ഓഫർ വരുമ്പോഴും ആ കമ്പനി ആ കസ്റ്റമറിനെ ഇൻഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ആ കസ്റ്റമറിന് ആവശ്യമുണ്ടെങ്കിൽ ആ കസ്റ്റമർ എന്ത് ചെയ്യും, അത് ഓപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തായി, നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇങ്ങനെ ഓരോ കസ്റ്റമറിൽ നിന്നും നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരുന്നു. അപ്പോൾ സപ്ലൈ ചെയിൻ ബിസിനസ്സിനെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആയിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇൻ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ആണ് നോക്കുന്നത്. അതായത് കസ്റ്റമറിനും ബെനിഫിറ്റ് ഉണ്ടാവണം, അതിനോടനുബന്ധിച്ചുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സപ്ലയേഴ്സ് അവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. ഇതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൽ വരുന്നത്, ഒരു വിൻ വിൻ അപ്രോച്ച്. പക്ഷേ നമ്മളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പാണ് കസ്റ്റമേഴ്സായിട്ട് ഫോം ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഒരു ലോയൽറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ കമ്പനിയുടെ ഒരു ലോങ് ലാസ്റ്റിംഗ് അസറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൽ നമ്മൾ കസ്റ്റമറായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വാല്യൂ ബേസ് ചെയ്ത് റിലേഷൻ ഫോം ചെയ്യുമ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരുപാട് ലോയൽ കസ്റ്റമേഴ്സ് നമുക്ക് ശരിക്കും സെർട്ടേൺ ആയിട്ടുള്ള ഡിമാൻഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിങ്ങിൽ നമുക്ക് വളരെ ലോ എഫേർട്ട് കൊണ്ട് കൂടുതൽ റിസൾട്ട്സ് ഫോം ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല. റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൽ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്തു, മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന രീതിയിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞു. പക്ഷേ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ അങ്ങനെയല്ല. അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ കസ്റ്റമേഴ്സായിട്ട് റിലേഷൻ ഫോം ചെയ്യുന്നത് വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. അവരെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് ഫേവർ ചെയ്തിട്ടാണ് വാല്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കസ്റ്റമർ എന്ത് ചെയ്തു, നമുക്ക് കൂറുള്ള കസ്റ്റമറായിട്ട് മാറുകയാണ്. അതാണ് ലോയൽ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ ലോയൽ കസ്റ്റമേഴ്സും എപ്പോഴും നമ്മളുടെ അടുത്ത് പല ഡിമാൻഡ്സും ഫോർവേഡ് ചെയ്യും. അത് സെർട്ടേൺ ആയിട്ടുള്ള ഡിമാൻഡ്സ്. ഇതെല്ലാം നമ്മൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിന് നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഇവിടെ കിട്ടി. ഇങ്ങനെയുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഫോം ചെയ്യുക, അതിനുള്ള സ്റ്റെപ്സാണ് നെക്സ്റ്റ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ 8 കീ പ്രോസസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിൽ ഇപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് തന്നെ നോക്കുമ്പോൾ ഒരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ 8 കീ പ്രോസസ്സും ഈ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ എസ്സേ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്ലാൻ ചെയ്യണം. 15 മാർക്കിന് ഒരു എസ്സേ വരുമ്പോൾ ആ ഓരോ കീ പ്രോസസ്സിനെ കുറിച്ചും നിങ്ങൾ കട്ട് ഷോർട്ട് ചെയ്ത് എഴുതാൻ. ചിലപ്പോൾ മേ ബി ഒരു ചാൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിനെ കുറിച്ച് മാത്രം ഒരു എസ്സേ ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ആ CRM കുറിച്ചുള്ള ഫുൾ എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ അപ്പോൾ എഴുതാം. അല്ല 8 കീ പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ CRM ഈ സ്റ്റെപ്സ് ഒന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. എന്താണ് CRM അത്രയും മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് CRM സ്റ്റെപ്സാണ്. നമ്മൾ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ എങ്ങനെയാണ് CRM ഫോം ചെയ്യുക. അല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്
നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമേഴ്സ്. ഇതിൽ കസ്റ്റമറിനെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. നിങ്ങൾ മാർക്കറ്റിങ്ങിൽ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ കസ്റ്റമറിനെ ആദ്യം മനസ്സിലാക്കുമ്പോൾ ഓരോ കസ്റ്റമറിൻ്റെ ആവശ്യം എന്താണ്, ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ആവശ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സൂട്ടബിളായിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ടോ, അത് നമുക്കത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ നീഡ്സ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ. ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ CRMൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് ബൈ ദെയർ നീഡ്സ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ പല കസ്റ്റമേഴ്സിനും പല നീഡ്സ് ഉണ്ടാവും അല്ലേ? ആയിരങ്ങളും ലക്ഷങ്ങളാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് ഓർക്കുക. അപ്പം ഇങ്ങനെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്രൂപ്പിംഗ് ദ കസ്റ്റമേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. പല നീഡ്സും ചിലപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ നീഡ് ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ കസ്റ്റമേഴ്സിനെ സെഗ്മെൻറ്റ്സ് ആക്കി ചെയ്യുകയാണ്. നമ്മൾ മാർക്കറ്റിങ്ങിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കുന്നതിന് ഈ സെഗ്മെൻറ്റേഷൻ നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കസ്റ്റമേഴ്സിനെ, ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് തിരിക്കുകയാണ്. ആ സെഗ്മെൻറ്റ്സ് ചിലപ്പോൾ ഏജ് വൈസ് സെഗ്മെൻറ്റ്സ് അല്ല, ടീനേജേഴ്സ്, മിഡിൽ ഏജ്, യൂത്ത്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഓൾഡ് പേഴ്സൺസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏജ് വൈസുള്ള ഗ്രൂപ്പാക്കാം, അല്ലെങ്കിൽ കാസ്റ്റ് വൈസുള്ള ഗ്രൂപ്പാക്കാം, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്നുള്ള ജെൻഡർ വൈസ് ഗ്രൂപ്പാക്കാം, ഇൻകം ബേസ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് തിരിക്കാം. അതൊക്കെ നമ്മളുടെ മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെഗ്മെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഓരോ സെഗ്മെൻ്റ് ആക്കി കഴിഞ്ഞാൽ ഓരോ സെഗ്മെൻറ്റിൻ്റെയും കറക്റ്റായിട്ടുള്ള നീഡ്സ് എന്താണെന്ന് കണ്ടെത്തി ആ നീഡ്സ് അനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം കസ്റ്റമർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവരുടെ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാണ്. ആ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എളുപ്പമാക്കാൻ നമ്മൾ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റുന്നു. ഇനി സെഗ്മെൻ്റ് ആക്കി മാറ്റുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ ടാർഗറ്റ് ചെയ്ത് പൊസിഷൻ ചെയ്യുക. അത് നമ്മൾ മാർക്കറ്റിങ്ങിലുള്ള അതേ കൺസെപ്റ്റാണ്. ദ കമ്പനി ക്യാൻ സെലക്ട് വൺ ഓഫ് ഫ്യൂ ഓർ ഓൾ സെഗ്മെൻറ്റ്സ്. അതാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലൈക്ക് ഞാൻ എൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഏജ് വൈസായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ചിൽഡ്രൻ, ടീനേജേഴ്സ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ എല്ലാ സെഗ്മെൻറ്റ്സും എടുക്കാം. ചിൽഡ്രൻ ഒരു സെഗ്മെൻറ്റ് 1, ടീനേജ് ഒരു സെഗ്മെൻറ്റ് 2, മിഡിൽ ഏജ് 3ാമത്തെ സെഗ്മെൻറ്റ്, ഓൾഡ് ഏജ് 4ാമത്തെ സെഗ്മെൻറ്റ്. എനിക്ക് ഈ 4 സെഗ്മെൻറ്റ്സും എടുക്കാം. ഓക്കെ. ഇനി അതല്ല, എനിക്ക് തോന്നുകയാണ് ചിൽഡ്രനും ടീനേജ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ചിൽഡ്രനും ടീനേജ് മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ എനിക്ക് 4 സെഗ്മെൻറ്റ്സ് ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും 2 ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും 1 ടാർഗറ്റ് ചെയ്യാം. ഇതെനിക്ക് തീരുമാനിക്കാം. അതിനെയാണ് നമ്മൾ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ടാർഗറ്റിംഗ് എയ്തർ ഓൾ സെഗ്മെൻറ്റ്സ് ഓർ സെലക്റ്റീവ് സെഗ്മെൻറ്റ്സ്. ഇനി ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു CRMൽ നമ്മളുടെ ഉദ്ദേശം എന്താണ്? പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അവരെ റീറ്റെയിൻ ചെയ്യുക അല്ലേ? റീറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് ആ കസ്റ്റമറിനെ എന്നേക്കുമായി നിലനിർത്തണമെങ്കിൽ നമ്മളവിടെ മനസ്സിൽ കയറണം അല്ലേ? നമ്മുടെ കമ്പനി ആയാലും നമ്മുടെ പ്രോഡക്റ്റ് ആയാലും അവരുടെ മനസ്സിൽ കയറണം. അതാണ് പൊസിഷനിങ്. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റ്, എല്ലാ സെഗ്മെൻറ്റും സെലക്ട് ചെയ്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ചോ അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റ് ആണോ, വാട്ട് എവർ ഇറ്റ് മേ ബി, ആ സെഗ്മെൻറ്റിലുള്ള കസ്റ്റമറിൻ്റെ മൈൻഡിൽ നമ്മളുടെ കമ്പനിയുടെ പ്രോഡക്ട്സിൻ്റെ ഒരു
ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമുക്കറിയാം നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡിന് എപ്പോഴും എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇമേജ് റിക്കളക്ട് ചെയ്യാം, പക്ഷേ വെർബൽ കാര്യങ്ങൾ ചിലപ്പോൾ റിക്കളക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇമേജിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇമേജ് നമ്മുടെ കസ്റ്റമറിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഒരു പൊസിഷൻ ഫോം ചെയ്യുക, ഒരു സ്ഥാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊസിഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് മറക്കില്ല, നമ്മുടെ പ്രോഡക്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെഗ്മെൻറ്റ്സിനെ ടാർഗറ്റ് ചെയ്തു. ആ സെഗ്മെൻറ്റ്സിലെ ഓരോ കസ്റ്റമേഴ്സിനെയും മൈൻഡിൽ നമ്മുടെ പ്രോഡക്റ്റിനെ ഇമേജ് പൊസിഷൻ ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് കസ്റ്റമറിനെ മനസ്സിലാക്കാൻ നീഡ്സ് അനുസരിച്ചിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങനെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഫോം ചെയ്താൽ ആ കസ്റ്റമേഴ്സിനെ നമ്മൾ സെഗ്മെൻ്റ് ആക്കി മാറ്റുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ സെഗ്മെൻ്റ് ആക്കിയിട്ടുള്ള ഓരോ ഗ്രൂപ്പിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. എല്ലാം വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്റ്റീവായിട്ട് വേണോ, അല്ലെങ്കിൽ ഒന്ന് വേണോ. പിന്നെ എങ്ങനെ സെലക്ട് ചെയ്താലും ആ ഓരോ സെഗ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ നമ്മുടെ പ്രോഡക്റ്റിനൊരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു മനസ്സിൽ ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ മൈൻഡിൽ നിന്ന് നമ്മുടെ കസ്റ്റമറിൻ്റെ മൈൻഡിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് പോവില്ല. അപ്പോൾ ആ കസ്റ്റമർ നമ്മൾ റീറ്റെയിൻ ചെയ്യും. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ദ പ്രോഡക്റ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഞാൻ ചിൽഡ്രൻ, ടീനേജ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ് എന്ന് പറഞ്ഞ് തിരിച്ചു. ഞാൻ 4 സെഗ്മെൻറ്റും ടാർഗറ്റ് ചെയ്തു. 4 സെഗ്മെൻറ്റിലേക്കും എൻ്റെ പ്രോഡക്റ്റ് പൊസിഷൻ ചെയ്യണം. അപ്പോൾ പൊസിഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റ് വെച്ച് പൊസിഷൻ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിനെ എനിക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലേക്കും വേണ്ടിയിട്ട് ഞാൻ ആ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നൈക്ക് ഷൂസ്, അല്ലേ? നൈക്ക് ഷൂസ്. ഈ നൈക്ക് ഷൂസുകാർ ശരിക്കും അവരുടെ ഷൂസ് ഇറക്കിയത് സ്പോർട്സ് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സ്പോർട്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ സ്പോർട്സ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഷൂസ് ഇറക്കിയാലും കസ്റ്റമേഴ്സ് എല്ലാവരും അവരുടെ നോർമൽ യൂസേജിനും ആ ഷൂസ് ഉപയോഗിച്ച് തുടങ്ങി. ഇത് കമ്പനി അറിഞ്ഞിരുന്നില്ല, പിന്നീടാണ് മനസ്സിലാക്കിയത്. എന്താ മനസ്സിലാക്കിയത്? സ്പോർട്സ് യൂട്ടിലിറ്റിക്ക് മാത്രമല്ല, നമ്മുടെ കസ്റ്റമേഴ്സ് നോർമൽ യൂസിനും നമ്മുടെ ഷൂസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തായി, ആ മാർക്കറ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഉടനെ അവരെന്ത് ചെയ്തു, കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തു, സെഗ്മെൻ്റ് ആക്കി. ചിൽഡ്രൻ, ടീനേജ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്. ഇതിൽ ചിൽഡ്രൻ സ്പെസിഫിക്കലി, അല്ലേ, അവർക്ക് ഷൂസ് ഫോം ചെയ്തു. നൈക്ക് ഷൂസ് ഗേൾസിന് ബോയ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ, കുറച്ചുകൂടി ടോയ് ടൈപ്പ്, അല്ലേ, ആ രീതിയിൽ. പിന്നെ ടീനേജേഴ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ലേഡീസ് ആൻഡ് ജെൻറ്റ്സ്, അവർക്ക് വേണ്ടതായിട്ടുള്ള ഷൂസ്. മിഡിൽ ഏജിന്, പിന്നെ ടീനേജിൽ തന്നെ സ്പെസിഫിക്കലി സ്പോർട്സ് യൂട്ടിലിറ്റിക്കുള്ള ഷൂസ്, പിന്നെ ഓൾഡ് ഏജിന് പറ്റുന്ന ഷൂസ്. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഒരു നൈക്ക് ഷൂസിനെ ചിൽഡ്രന് വേണ്ടിയിട്ടും, ടീനേജേഴ്സിന് വേണ്ടിയിട്ടും, മിഡിൽ ഏജിന് വേണ്ടിയിട്ടും, അതുപോലെ ഓൾഡ് ഏജിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതാത് സെഗ്മെൻറ്റിൽ പൊസിഷൻ ചെയ്യാണ്. അപ്പോൾ ഡിഫറൻസിയേഷൻ അത് നമുക്ക് നമ്മളുടെ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 4 സ്റ്റെപ്പ് നമ്മൾ CRMൽ കണ്ടു. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇനി ഒരു 4 സ്റ്റെപ്പോട് കൂടിയിട്ട് നമ്മുടെ CRM കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ CRM തുടങ്ങിയത് എങ്ങനെയാണ്? കസ്റ്റമറിനെ മനസ്സിലാക്കുന്ന രീതിയിൽ. കസ്റ്റമറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഹോൾ ടാർഗറ്റ് കസ്റ്റമറിനെ സെഗ്മെൻറ്റ് ചെയ്തു, ടാർഗറ്റ് ചെയ്തു, പൊസിഷൻ ചെയ്തു, ഓരോ സെഗ്മെൻറ്റിലേക്കും നമ്മളുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓരോ സെഗ്മെൻറ്റിലും നമ്മളുടെ പ്രോഡക്റ്റിനോട് അനുബന്ധിച്ചുള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്, ഓഫറിങ് കസ്റ്റമൈസ്ഡ് സർവീസസ്. അവരുടെ
ഓരോ സെഗ്മെൻറ്റിലുമുള്ള കസ്റ്റമേഴ്സിന് സ്പെസിഫിക്കായിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രോഡക്റ്റും അതിനോടനുബന്ധിച്ചുള്ള സർവീസും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി, അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ലെവല് കൂടാണ് ചെയ്യുക. നമുക്കറിയാം ഏതൊരു പ്രോഡക്റ്റിനോടും അനുബന്ധിച്ച് സർവീസുകളുണ്ടാവും. ആ സർവീസും കൂടി നമ്മളതിന് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇനി അങ്ങനെ സർവീസും കൂടി നമ്മൾ ക്ലിയർ ഓഫ് ചെയ്തു. ഇനി 6ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് സെല്ലിങ് ദ പ്രോഡക്റ്റ് ആൻഡ് മാനേജിങ് ദ ഓർഡർ. ഇപ്പം നമ്മൾ ഓരോ സെഗ്മെൻറ്റഡ് കസ്റ്റമേഴ്സിനും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് കൊടുത്ത് അവരെ നമ്മൾ റീറ്റെയിൻ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഇപ്പോൾ ഓരോ ടാർഗറ്റ് കസ്റ്റമേഴ്സും എന്ത് ചെയ്തു, അപ്പം അവർക്കറിയാം നമ്മളുടെ അടുത്ത് അവർക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സെല്ലിങ്ങിൻ്റെ പല സ്റ്റെപ്സും ഇവിടെ ഫോളോ ചെയ്യാണ്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസിയേഷൻ കൊണ്ട് കസ്റ്റമേഴ്സിൽ നമ്മുടെ പ്രോഡക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഇൻറ്റൻഷൻ ഫോം ചെയ്ത് നമ്മളുടെ പ്രോഡക്റ്റ് അവർ ഓർഡർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെല്ലിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ. അത് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. അതാണ് പിന്നത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സെല്ലിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ഓർഡർ സ്ഥാപിച്ചെടുക്കുകയാണ്. ഇനി ഇങ്ങനെ ഓർഡർ സ്ഥാപിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓർഡർ നമ്മൾ കസ്റ്റമറിലേക്ക് പ്രോസസ്സ് ചെയ്ത പ്രോഡക്റ്റ് കയ്യിൽ കൊടുക്കുമ്പോൾ അവർക്ക് മാക്സിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് പ്രോഡക്റ്റ് കൊടുക്കേണ്ടത്. അപ്പം ആ വാല്യൂ അവർക്ക് നമുക്ക് പ്രൈസായിട്ട് പേ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യണം. അവർ പേ ചെയ്യുന്ന ആ ഒരു പ്രൈസിന് കൂടുതലായിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ പ്രോഡക്റ്റിലൂടെ പ്രൊവൈഡ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് അവരിലുണ്ടാവണം. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായാൽ ആ ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾക്ക് നമ്മുടെ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടും നമ്മളുടെ സർവീസ് കൊണ്ടും നമ്മളുടെ പാക്കേജ് കൊണ്ടും നമ്മളുടെ ഓർഡർ പ്രോസസ്സിങ് കൊണ്ടൊക്കെയാണ് നമ്മളത് ഉണ്ടാക്കുക. ആ വാല്യൂ നമ്മൾ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ്. ഓക്കെ, സോ ദ വാല്യൂ ഈസ് ക്രിയേറ്റഡ് ബൈ ദ ക്വാളിറ്റി പ്രോഡക്റ്റ്, ദ പാക്കേജിങ് ഓഫ് ദ പ്രോഡക്റ്റ്, the differentiation aspect of the product, the quick ordering process of the product, and the service provided along with the product. ഇതൊക്കെയാണ് ആ വാല്യൂ അഡീഷൻ വരുന്നത്. അപ്പോൾ ആ വാല്യൂ അഡീഷൻ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിന് ഹൈ സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാവുക. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളുടെ ലോയൽ കസ്റ്റമേഴ്സായിട്ട് മാറും. പിന്നെ നമ്മളിൽ നിന്നും ആ കസ്റ്റമർ വേറെ എവിടേക്കും പോവില്ല. ഓക്കെ, സോ ഇങ്ങനെ ലോയൽ കസ്റ്റമറായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇപ്പോൾ കസ്റ്റമർക്ക് എന്തായി, നമ്മളായിട്ട് റിലേഷൻഷിപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണ്, കസ്റ്റമറുടെ അല്ല. കസ്റ്റമേഴ്സ് ഈസ് ഇൻ മോഡേൺ മാർക്കറ്റിംഗ് കസ്റ്റമേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ദ കിങ്. അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മളാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഇനീഷ്യേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ആ കസ്റ്റമേഴ്സായിട്ടുള്ളൊരു കണ്ടിന്യൂസ് ടച്ച് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞ് കഴിയുമ്പോഴും അവരിലേക്ക് നമ്മൾ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനം ഉണ്ടാക്കണം. സെയിൽ സർവീസ് നമ്മൾ കുറേ കൂടി സ്ട്രെങ്തൻ ആക്കണം, അല്ലേ? എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ടച്ച്, എപ്പോഴും ഒക്കേഷൻസിൽ അവരെ ഗ്രീറ്റ് ചെയ്യുക. അതുപോലെ നമ്മളുടെ പ്രോഡക്ട്സിൽ അപ്ഡേഷൻസ് വരുമ്പോൾ അവരെ ഇൻഫോം ചെയ്യുക, ഓഫേഴ്സ് വരുമ്പോൾ ഇൻഫോം ചെയ്യുക, അല്ലേ? പിന്നെ ഉചിതമായിട്ടുള്ള സമയത്ത് നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക, ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ കസ്റ്റമേഴ്സിനെ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ആ കസ്റ്റമേഴ്സിനെ നമുക്ക് വാല്യൂസ് പ്രൊവൈഡ് ചെയ്ത് ലോങ് ടേമിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യണം, അല്ലേ?
നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് വൺ ടൈം ആണ്, അതിൽ മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. അത് സെയിൽ ചെയ്യുന്ന ആൾക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്നു, അത് കസ്റ്റമർക്കും ബെനിഫിറ്റ് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു അതോട് കൂടിയിട്ട്. പക്ഷേ നമ്മുടെ CRM അങ്ങനെയല്ല. CRM നമുക്ക് കസ്റ്റമറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് റീറ്റെയിൻ ചെയ്യുന്നു. ആ റീറ്റെയിൻ ചെയ്യുന്നത് വാല്യൂയിലൂടെയാണ്. ആ വാല്യൂയിലൂടെ റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് നമുക്ക് ലോയലായിട്ട് മാറുന്നു. ആ ലോയൽ കസ്റ്റമേഴ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ആ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിലുള്ള CRM. ഓക്കെ, CRM ആണ് സപ്ലൈ ചെയിൻ ബിസിനസ്സിന് പ്രോഫിറ്റ് മാക്സിമൈസേഷന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ളത്. ഓക്കെ, CRM ഇല്ലാതെ സപ്ലൈ ചെയിൻ ബിസിനസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇനി നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ നെക്സ്റ്റ് ഒരു കീ പ്രോസസ്സ് കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, സോ എല്ലാവരും സുഖമായിരിക്കണം, സേഫായിരിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുന്നത് കൃത്യമായി പഠിക്കുക, കൃത്യമായി ആ പഠനം മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു കണ്ടിന്യൂസ് റിലേഷൻ നിങ്ങളുടെ പഠനമായിട്ട് കൊണ്ടുവരിക. കാരണം നിങ്ങൾക്ക് വേറെ ബോദറേഷൻസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെർഫെക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങളെ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് ആരും വരുന്നില്ല. സോ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കി തന്നിരിക്കുന്നത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ഈ സബ്ജക്ട്സൊക്കെ വൺ ടൈം പഠിച്ചാൽ മതി. വൺ ടൈം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്ട്സ് നിങ്ങൾക്ക് വിജയിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ നിങ്ങളുടെ സീനിയേഴ്സിൽ ഈ 5th സെമിസ്റ്ററിൻ്റെ റിസൾട്ടിൽ വന്നതിൽ എല്ലാ സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വന്നിരിക്കുന്നത്. ടോപ്പ് സ്കോറിങ് 94ഉം 93യും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ റേഞ്ചിൽ തന്നെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നന്നായി തന്നെ ഈ സബ്ജക്റ്റൊക്കെ പഠിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ സബ്ജക്റ്റ്, ജസ്റ്റ് ആ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ മതിയാവും. ഓക്കെ, സോ ഞാൻ തരുന്ന വീഡിയോ പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് ആ ലിങ്ക് എപ്പോഴും ഉള്ളതാണ്. ഇടയ്ക്കൊന്ന് എടുത്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടോപ്പിക്ക് കിട്ടുന്നതാണ്. നമ്മൾ എക്സൽ പബ്ലിക്കേഷൻസിൻ്റെ ആ ഒരു എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതേ ബുക്ക് തന്നെ ഫോളോ ചെയ്യുക. ആ ബുക്കിലുള്ള അതേ കണ്ടൻറ്റാണ് ഞാൻ ഇവിടെയും നിങ്ങൾക്ക് പ്രസൻറ്റേഷനിൽ കൊടുക്കുന്നത്. ബുക്ക് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേ സംഭവമാണ്. ഇത് തന്നെ നന്നായി പഠിച്ചു പോയാൽ മതിയാവും. ഓക്കെ, സോ ഹോപ്പ് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. സോ ടിൽ ദെൻ ഇറ്റ് ഈസ് ബൈ, ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു.